ഉയിരിലലിയാൻ. രചനാ സംഭാഷണം രുദ്രാരുദ്രപ്രിയ. ഇനിയും ഒരുപാട് നേരം വൈകിപ്പിക്കണോ? ആ ശരീരം താങ്ങില്ല. ചിതയിലേക്ക് എടുത്താലോ? നാട്ടുകാരിൽ ആരൊക്കെയോ അഭിപ്രായം പറഞ്ഞു. രാജീവ, കുട്ടനെ അറിയിച്ചില്ലേ? അവനെത്താൻ പറ്റുമോ? തിരിച്ച് ഫ്ലൈറ്റിലാണെന്നാണ് പറഞ്ഞത് അമ്മാവ. എത്താൻ കഴിയുമോ ഇല്ലയോ എന്ന് അറിയില്ല. കൺമണിയോട് എന്തായാലും ഒരു വാക്ക് പറഞ്ഞതിന് ശേഷമാവാം. ശേഖരൻ മുറിയിലേക്ക് കയറിപ്പോയി. രാധയുടെ മടിയിൽ കരഞ്ഞു തളർന്ന് കിടപ്പുണ്ട് കൺമണി. പത്മവും രാഗിണിയും ആവും പോലെ സമാധാനപ്പെടുത്താൻ നോക്കുന്നുണ്ട്. എങ്കിലും സമാധാനിക്കാൻ അവളുടെ മനസ്സ് കൂട്ടാക്കുന്നില്ല. അവിടെ നിറഞ്ഞു നിൽക്കുന്നത് അമ്മയുടെ മുഖമാണ്. പത്മത്തിൻ്റെ മടിയിൽ തല ചേർത്ത് വെച്ച് കിടക്കുവാണ് കൺമണി. മോളെ കണ്ണേ, കുട്ടൻ അവൻ എത്തുമ്പോൾ വൈകും. അമ്മയുടെ ചടങ്ങുകൾ ചെയ്യണ്ടേ? എത്ര നേരമെന്ന് വെച്ചാ കാത്തു വെക്കുന്നത്? വേണ്ടച്ച, കാത്തു വെക്കണ്ട. കാശിയേട്ടൻ വരാൻ വൈകും. കുട്ടാ, നീയല്ലേ ചടങ്ങ് ചെയ്യുന്നത്? പോയി കുളിച്ച് വേഷം മാറി വാ. രമേശൻ പറയുമ്പോൾ അകത്തെവിടെയോ നിന്ന് ജയശ്രീ പാഞ്ഞുമ്മറത്തേക്ക് വന്നു. നിങ്ങളൊന്നിങ്ങി വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ജയശ്രീയുടെയും ഭവാനിയുടെയും മുഖം കണ്ടപ്പോൾ എന്തോ കൊനിഷ്ടൊപ്പിക്കാനാണെന്ന് രമേശന് മനസ്സിലായി. കുട്ടൻ അവരുടെ ഒപ്പം അപ്പുറത്തേക്ക് മാറി നിന്നു. ഇവിടെ പറമ്പിലടക്കാൻ പറ്റില്ല. നാളൊരു കാലത്ത് വസ്തു വിൽക്കുകയാണെങ്കിൽ വില കുറയും. അതുകൊണ്ട് പൊതു ശ്മശാനത്തിൽ അടക്കുന്നതായിരിക്കും നല്ലത്. നീ എന്തൊക്കെയാ ജയശ്രീ പറയുന്നത്? നിനക്ക് അല്പമെങ്കിലും മനസാക്ഷിയുണ്ടോ? എൻ്റെ അച്ഛൻ്റെ ഭാര്യയായി ഇരുന്നവരാണ് അവിടെ മരിച്ചു കിടക്കുന്നത്. ആ ശവത്തിനോട് പോലും നിനക്ക് മര്യാദയില്ലേ? നീ ഇങ്ങനെ ആവേശം കൊള്ളേണ്ട കാര്യം എന്താ കുട്ടാ? അത് നിന്റെ പെറ്റ തള്ളയൊന്നുമല്ലല്ലോ. നിന്റെ അച്ഛൻ്റെ രണ്ടാം കെട്ടല്ലേ? മോൾക്ക് സപ്പോർട്ട് പറയുന്നതിനായി അമ്മയും എത്തി. അതുപോലെ തന്നെ നീ കർമ്മം ചെയ്യേണ്ട കാര്യവുമില്ല. ഭവാനിയുടെ വർത്തമാനം കേട്ടപ്പോൾ കുട്ടന് ദേഷ്യമടക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും പറമ്പിലടക്കാൻ പറ്റില്ല, ജയശ്രീ കട്ടായം പറഞ്ഞു. അത് പറയാൻ നീ ആരാ? ഈ വീടും പറമ്പ് എൻ്റെ പേരിലാണ്. ഇവിടെ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ഇത്രയും നാൾ നീ പറയുന്നതൊക്കെ കേട്ട് മിണ്ടാതിരുന്നത് എനിക്ക് നട്ടലില്ലാത്തത് കൊണ്ടല്ല, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതിയാണ്. ഇനിയിപ്പോൾ എന്തായാലും അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അമ്മയെ ഇവിടെ തന്നെ അടക്കും. എന്നാൽ പിന്നെ എനിക്കത് തന്നെ കാണണം. ജയശ്രീയും വിട്ടുകൊടുക്കാൻ പറ്റാത്തതുപോലെ പോരിന് തയ്യാറായി കുട്ടൻ്റെ മുന്നിൽ നിന്നു. ഈ മണ്ണിൽ ആ തള്ളയെ അടക്കാൻ ഞാൻ അനുവദിക്കില്ല. അതിനിനി എന്തു തന്നെ സംഭവിച്ചാലും. പറഞ്ഞു തീരും മുമ്പേ തന്നെ കുട്ടൻ്റെ കൈ ജയശ്രീയുടെ കവിളിൽ പതിച്ചു. അടികൊണ്ടവൾ ഒരു വശത്തേക്ക് ചരിഞ്ഞു വീണുപോയി. ഇനിയും നിന്റെ പുഴുത്ത നാവിടത്ത് എന്തെങ്കിലും പറഞ്ഞാൽ അത് എൻ്റെ സ്ഥലമാണ്, എൻ്റെ പേരിലുള്ള സ്ഥലം. എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അമ്മയുടെ കൂടെ ഇറങ്ങിക്കൊള്ളണം. ഭവാനി അമ്മയുടെ നേർക്ക് കൈ ചൂണ്ടിയായിരുന്നു കുട്ടൻ്റെ പറച്ചിൽ. അവൻ്റെ അങ്ങനെയൊരു ഭാവം ആദ്യമായിട്ടായിരുന്നു ജയശ്രീയും ഭവാനി അമ്മയും കണ്ടത്. അകത്തെ മുറിയിൽ കിടന്നുകൊണ്ട് കൺമണി എല്ലാം കേട്ട് കണ്ണുനീർ വാർക്കുന്നുണ്ടായിരുന്നു. കുട്ടൻ ഈറം മാറി വന്നു. കർമ്മം ചെയ്യുന്നതിന് വേണ്ടി നാരായണിയെ പുറത്തേക്കെടുത്തു. അപ്പോഴേക്കും കൺമണി അവിടേക്ക് വന്നു. അമ്മയുടെ കർമ്മം ഞാൻ ചെയ്യാൻ കുട്ടേട്ടാ. അവളുടെ ഉറച്ച ശബ്ദം കേട്ടപ്പോൾ അവിടെ നിന്നവരെല്ലാം കൺമണിയെ നോക്കി. പെൺകുട്ടികൾ അങ്ങനെ കർമ്മം ചെയ്യാൻ പാടില്ല കുട്ടിയെ, നാട്ടുകാരിലാരോ അഭിപ്രായം പറഞ്ഞു. ഇല്ല, എൻ്റെ അമ്മയുടെ ചടങ്ങുകൾ എനിക്ക് തന്നെ ചെയ്യണം. അമ്മയുടെ ചിതയ്ക്ക് ഞാൻ കൊള്ളിവെക്കും. എന്നാലേ എൻ്റെ അമ്മയുടെ ആത്മാവിന് മോക്ഷം കിട്ടൂ. പൊട്ടിക്കരച്ചിലോടുകൂടി അവൾ പറഞ്ഞു. മരിക്കുന്നതിന് മുമ്പ് നാരായണി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ചിതയ്ക്ക് കൊള്ളിവെക്കുന്നത് കൺമണിയായിരിക്കണമെന്ന്. മരിച്ച ആത്മാവിൻ്റെ ആഗ്രഹമനുസരിച്ച് വേണം ചടങ്ങുകൾ ചെയ്യാൻ. കൂടെ നിന്ന് ആരോ ഒരാൾ പറയും. ഒടുവിൽ ആരും എതിര് പറയാൻ നിന്നില്ല. രാധയും അന്മയും കൂടി ചേർന്ന് കൺമണിയെ കിണറിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തലമുടി അഴിച്ചിട്ട് ഒരു പാത്രം വെള്ളം കോരി അവളുടെ തലയിൽ ഒഴിച്ചു. വെള്ളം തോർത്തെടുത്ത് ഇടുപ്പിൽ ചുറ്റി കെട്ടിവെച്ചു. പാവയെപ്പോലെ കൺമണി അവർക്കൊപ്പം നടന്നു. അമ്മയുടെ മുഖം അവസാനമായി ഒരു നോക്ക് കണ്ടു. നെറ്റിയിൽ അവസാനമായി ചുംബിച്ചു. അപ്പോഴൊക്കെ അവൾ കരയാൻ പോലും മറന്നുപോയി. നെഞ്ചിനുള്ളിലെ വിങ്ങൽ എങ്ങനെയോ അവൾ കടിച്ചമർത്തി. ചടങ്ങുകൾ ആരംഭിച്ചു. രാജീവും രമേശനും കുട്ടനും ചേർന്ന് ബോഡി എടുത്ത് ചിതയിൽ വച്ചു. കൺമണി ചിതയ്ക്ക് ചുറ്റും വലം വെച്ചു. ഈ ജന്മം കൊണ്ട് ഭൂമിയിലുണ്ടായിരുന്ന എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് അമ്മ വിട പറഞ്ഞു. ആരോ കയ്യിൽ ഏൽപ്പിച്ച കത്തുന്ന കൊള്ളി ചിതയിൽ ചേർത്ത് വെച്ചു കൺമണി. ഏക്കത്തോടെ അവൾ പിന്നിലേക്ക് മലച്ച് വീഴും മുന്നേ പ്രിയപ്പെട്ടവൻ്റെ കൈ അവളെ പൊതിഞ്ഞു പിടിച്ചു. കണ്ണേ. കണ്ണുകൾ മേൽപോട്ട് മലച്ചു പോകും മുമ്പേ കൺമണി കണ്ടു തൻ്റെ പ്രാണനെ. കാശിയേട്ടാ, പോയി കാശിയേട്ടാ, എൻ്റെ അമ്മ. തണ്ടൊടിഞ്ഞ താമര പോലെ അവൻ്റെ മാറിലേക്ക് വീണു. വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു കാശി. അത്രമേൽ കരുതലോടെ, പ്രണയത്തോടെ, വാത്സല്യത്തോടെ, അനുകമ്പയോടെ.
കുട്ട, എൻ്റെ കുഞ്ഞ്. ശേഖരമ്മാവൻ അടുത്തേക്ക് വന്നു. ഒന്നുമില്ല അമ്മാമ്മേ. കൺമണിയെ എടുത്ത് അകത്തെ മുറിയിലേക്ക് പോയി കാശി. അവളുടെ നനഞ്ഞ തല തുവർത്തി കൊടുത്തു. മുറിയുടെ വാതിൽ ചാരി കുറ്റിയിട്ടു. കണ്ണേ കണ്ണേ. കണ്ണ് വലിച്ചു തുറന്നു കൺമണി. കാശിയേട്ടാ, എൻ്റെ അമ്മ. നെഞ്ചു പൊട്ടിക്കരഞ്ഞു. അവളുടെ കരച്ചിൽ പുറത്തു നിൽക്കുന്നവരുടെ മിഴികൾ പോലും ഈറനണിയിച്ചു. എത്ര നേരമെന്നറിയില്ല. കരഞ്ഞു കരഞ്ഞൊടുവിൽ നേർത്ത മൂടൽ മാത്രമായി. എനിക്ക് കിടക്കണം കാശിയേട്ടാ. കണ്ണാ, ഈ ഡ്രസ്സ് ഇത് മാറിയിട്ട് കിടക്കാം. എനിക്ക് വയ്യ കാശിയേട്ടാ, തളർന്നു പോണു. രാധയെയോ രാഗിണിയോ വിളിക്കട്ടെ? വേണ്ട കാശിയേട്ടൻ മതി. കണ്ണ് മിഴിഞ്ഞു പോയി അവളുടെ. കാശി ബെഡ്ഷീറ്റ് എടുത്ത് അവളെ പുതപ്പിച്ചു. പിന്നെ പതിയെ ടോപ്പഴിച്ചു മാറ്റി എടുത്തു വെച്ച് നൈറ്റ് തലയിലൂടെ ഇട്ട് കൊടുത്തു. പാൻസും അഴിച്ചു മാറ്റി ബെഡ്ഷീറ്റ് കാല് വരെ പുതപ്പിച്ചു. കൺമണി വിറയ്ക്കാൻ തുടങ്ങി. അമ്മ, എൻ്റെ അമ്മ. കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ കരഞ്ഞു. ചുണ്ടു കൂട്ടിപ്പിടിച്ച് കരച്ചിലടക്കി. പിന്നെ അത് പൊട്ടിക്കരച്ചിലായി. അല്പം കഴിയുമ്പോൾ ശാന്തമായി. പിന്നെ എപ്പോഴോ ശ്വാസം താളത്തിലും അവൾ ഉറങ്ങി. കാശി റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി, ആകെ തകർന്ന അവസ്ഥയിൽ. കുട്ട, എൻ്റെ മോള്. പത്മൻ ചോദിക്കുമ്പോൾ ഇപ്പോൾ ഉറങ്ങിയതേ ഉള്ളമ്മേ. ഉറക്കം ഞെട്ടുമ്പോഴൊക്കെ കരച്ചിലാണ്. അവൻ തലയിൽ കയ്യും താങ്ങി അവിടെ ഇരുന്നു. രാത്രിയിൽ കഞ്ഞിയാക്കി. കൺമണി ഒരു വറ്റുപോലും ഇറക്കിയില്ല. കണ്ണേ. ആ വിളി കേട്ടതും ഞെട്ടിപ്പിടന്ന് എഴുന്നേറ്റു. അമ്മ, എൻ്റെ അമ്മ. കാശിയേട്ടാ, എന്നെ അമ്മ വിളിക്കണ്. കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു. പിന്നെ ചുറ്റും നോക്കി. അമ്മ എന്നെ വിളിച്ചു. കാശി അവളെ മാറോടടക്കി പിടിച്ചു. അവളുടെ കണ്ണുനീർ അവൻ്റെ നെഞ്ചിലൂടെ ഒഴുകി പരന്നു. രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി ഉണരും, അലറി കരയും. ഒരുവിധം നേരം വെളുപ്പിച്ചു. രാജീവൻ രമേശനെ കൂട്ടിക്കൊണ്ടുപോയി വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി വന്നു. ഇതിനിടയിൽ അവർ പരസ്പരം പരിചയപ്പെടുകയും ചെയ്തു. സഞ്ചയനം കഴിഞ്ഞ് ആരും തിരികെ പോയില്ല. ശങ്കരമ്മാവൻ ഇടയ്ക്ക് കുന്നത്ത് പോയി വന്നു. രാജീവനും പോയി. ഭവാനിയും ജയശ്രീയും ഇടയ്ക്ക് വന്നു. കുട്ടൻ്റെ അന്നത്തെ പ്രകടനം അവരിൽ ഭയം നിറച്ചിരുന്നു. അതുകൊണ്ട് ചെറിയ മുറുമുറുപ്പുണ്ടായി. 16 കുളി ഇന്നാണ്. എല്ലാം കഴിഞ്ഞു. വൈകുന്നേരം എല്ലാവരും പോകാൻ റെഡിയായി ഇറങ്ങി. കുട്ടന് കൺമണിയുടെ മുന്നിൽ വന്ന് നിൽക്കാൻ കഴിഞ്ഞില്ല. ഇറങ്ങാൻ നേരം അമ്മയുടെ ചുടലയുടെ അടുത്തേക്ക് വന്ന് കൺമണി പ്രാർത്ഥിച്ചു. അമ്മേ, കൺമണി പോകുവാണ്. ആരോരുമില്ലാത്ത അനാഥയായി. ഇനി എന്നെ കണ്ണേന്ന് വിളിക്കാൻ അമ്മയില്ല. ഈ ജന്മത്തിലെ എല്ലാ ബന്ധവും അവസാനിച്ചു. അച്ഛൻ, അമ്മ. ഇപ്പോൾ കൺമണിക്ക് സ്വന്തം താലിയുടെ അവകാശം മാത്രമേ ഉള്ളൂ. കാശി അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. ഞാൻ കാണും കൂടെയെന്ന് പറയാതെ പറഞ്ഞു. അവളെ ചേർത്ത് പിടിച്ചു. കുട്ടൻ്റെ മുന്നിൽ വന്ന് നിന്നപ്പോൾ പൊട്ടിക്കരഞ്ഞു പോയി കൺമണി. ഇനി ആർക്കും ഞാനും എൻ്റെ അമ്മയും ശല്യമാവില്ല കുട്ടേട്ടാ. ഞാൻ പോട്ടെ. നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി പറയുന്നവളെ കുട്ടൻ ചേർത്ത് പിടിച്ചു. കൺമണി കുട്ടനെ കെട്ടിപ്പിടിച്ചു. കുട്ടേട്ടനെ ശപിക്കല്ലേ മോളെ. ഏട്ടൻ നിന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. തെറ്റുകൾ പറ്റിപ്പോയി. ഒരു നികൃഷ്ട ജന്മം എൻ്റെ ഒപ്പം കൂടി. എൻ്റെ കടിഞ്ഞാണിട്ടു. മോളെ ഏട്ടനോട് ക്ഷമിക്കണേ. എനിക്ക് പരാതിയില്ല കുട്ടേട്ടാ. ഞാൻ എൻ്റെ കുട്ടേട്ടനെ ശപിക്കേ? കഴിയോ ഏട്ടൻ്റെ കണ്ണൻ അതിന്? എനിക്ക് ആരെ ശപിക്കാനും വെറുക്കാനും കഴിയില്ല. എന്നെ അമ്മ അത് പഠിപ്പിച്ചില്ല. ഇനി ഇവിടേക്ക് വരാൻ കാരണമില്ല. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടത് പോയില്ലേ? രാധയുടെ മുന്നിൽ വന്ന് നിന്ന് അവളെ കെട്ടിപ്പിടിച്ചു. നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അത്രയും നീ എൻ്റെ അമ്മയെ ഞാൻ ഇല്ലാത്തപ്പോൾ നോക്കി രാധേ. മറക്കില്ല ഒന്നും. പോട്ടെ രാധയുടെ അമ്മേ. എല്ലാവരെയും നോക്കി ചിരിച്ചെന്ന് വരുത്തി. എന്തുകൊണ്ടോ ജയശ്രീയും ഭവാനിയും നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. കാശി കൺമണിയെ കാറിൽ പിടിച്ചിരുത്തി. അവനും കയറി. അമ്മയും രാഗിണിയും അമ്മാവനും രാജീവനും ഒരു കാറിൽ. അമ്മയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണ് വിട്ടു പോകുമ്പോൾ ഏങ്ങലടക്കാൻ പാടുപെട്ടു കൺമണി. കുന്നത്ത് ചെന്നിട്ടിപ്പോൾ ഒരാഴ്ചയായി. അലസമായി തന്നെ കൺമണിയുടെ ഓരോ ദിവസവും കടന്നുപോയി. ഒന്നിലും അവളുടെ മനസ്സുറച്ചു നിന്നില്ല. കാശി അവളുടെ ഒപ്പം എന്തിനും കൂടെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ആഹാരം കഴിച്ച് കാശി പുറത്തേക്കിറങ്ങി. ഏകദേശം വൈകുന്നേരത്തോടെ മടങ്ങി വന്നു. കണ്ണയെ കട്ടിലിൽ കിടക്കുന്നവളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നു. എന്തേ താഴെ വരാതെ ഇവിടെ തന്നെ ചടഞ്ഞു കൂടിയിരിക്കുന്നത്? ഒന്നിനും തോന്നുന്നില്ല കാശിയേട്ടാ. അതൊക്കെ തോന്നലാണ്. എഴുന്നേറ്റ് താഴെ വന്നേ, ഞാൻ ഒരു കൂട്ടം കാണിച്ചു തരാം. അവളെ നിർബന്ധിപ്പിച്ച് എഴുന്നേൽപ്പിച്ച് താഴേക്ക് കൂട്ടിക്കൊണ്ടു പോയി. തൊഴുത്തിൻ്റെ ഭാഗത്തേക്ക് നടക്കുമ്പോൾ അവളുടെ കാലുകൾക്ക് വേഗതയേറി. അമ്മണി നീട്ടി വിളിച്ചു. അടുത്തിരുന്ന് കഴുത്തിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കൺമണിയുടെ വേദന മനസ്സിലാക്കിയ പോലെ അമ്മിണിയും. ഇനി ഇതുപോലെ മടിച്ചിരിക്കാതെ അമ്മിണിയുടെ കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ. കാശിയേട്ടനാണോ അമ്മിണിയെ? എൻ്റെ കണ്ണൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് എനിക്ക് സങ്കടമാണ്. ഇനി അങ്ങനെ ഇരിക്കുമോ? ഇല്ല.
അമ്മമ്മയ്ക്കും അമ്മയ്ക്കുമൊക്കെ വലിയ സങ്കടമുണ്ട് നിൻ്റെ ഈ മൗനം. ഞാൻ മനഃപൂർവ്വമല്ല കാശിയേട്ടാ, എനിക്ക് പറ്റാഞ്ഞിട്ടാണ്. ഞങ്ങൾക്കത് മനസ്സിലാവും കണ്ണാ. എന്നാൽ എൻ്റെ കുഞ്ഞിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ കാശിയേട്ടനെ കണ്ടു നിൽക്കാൻ വയ്യടാ. കാശിയുടെ കണ്ണ് കലങ്ങിയപ്പോൾ അവൾക്ക് വിഷമം തോന്നി. കണ്ണൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നാൽ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടുമോ? കണ്ണൻ സന്തോഷിക്കുന്നതാണ് അമ്മയ്ക്കിഷ്ടം. സംസാരിച്ചിരുവരും മുറിയിലെത്തി. കാശിയേട്ടാ, എന്നെ ശ്വാസം മുട്ടും മാതിരി കെട്ടിപ്പിടിക്കാവോ? കാശി ഡോറടച്ച് അവളെ ചേർത്ത് പിടിച്ചു. മാനസികമായി അവളിപ്പോൾ വല്ലാത്ത സങ്കടത്തിലാണ്. അത് മറക്കാൻ ഒരു പരിധിവരെ തൻ്റെ സാമീപ്യത്തിന് കഴിയും. അവളിപ്പോൾ ആഗ്രഹിക്കുന്നതും അതാണ്. കാശി കൺമണിയെ അമർത്തി കെട്ടിപ്പിടിച്ചുകൊണ്ട് ബെഡിൽ കിടന്നു. അവളുടെ ഇരു കണ്ണിലും മാറി മാറി ചുണ്ടു ചേർത്തു. കവിളിലും മൂക്കിൻ തുമ്പിലും അവൻ്റെ ചുണ്ടിഴഞ്ഞു. ചുണ്ടിൽ ചുണ്ടു ചേർത്ത് നുണഞ്ഞു. വലതു കൈ അവളുടെ വയറിൽ തലോടിക്കൊണ്ടിരുന്നു. നാവും കെട്ടുപിഴഞ്ഞു ചുഴറ്റിയെടുത്തു. ചെറുതായി പല്ലുകൾ അഴുത്തി ഉമിനീര് പോലും പരസ്പരം കൈമാറി. ചുണ്ടിൽ നിന്നും ചുംബനം കഴുത്തിലേക്ക് വഴിമാറി. അവിടെയും ഉമിനീരാൽ കളം എഴുതി. ചുണ്ടുകൾ മാറിലുരസി കൺമണി കഴുത്ത് പിന്നിലേക്ക് താഴ്ത്തി. ചുരിദാറിൻ്റെ പുറത്തുകൂടി ഇരുമാറിലും അവൻ്റെ മുഖം പലതവണ ഉരഞ്ഞു മാറുമ്പോൾ കൺമണി ബെഡിൽ കിടന്ന് പൊളഞ്ഞുപോയി. അവനെ മാറിൽ ചേർത്ത് പിടിച്ചു. അവളുടെ ശ്വാസം താളത്തിലായി. കാശി അവളെ മാറിലേക്ക് ചേർത്ത് പിടിച്ചു. തുടരും. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. സ്റ്റോറീസ് ഓഫ് രുദ്രാരുദ്രപ്രിയയും വേൾഡ് ഓഫ് രുദ്രാരുദ്രപ്രിയയും ഷോർട്ട് സ്റ്റോറീസ് ഓഫ് രുദ്രാരുദ്രപ്രിയയും 3 ചാനലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന സ്റ്റോറിയൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടൂ. കൂടെ കൂടണേ കൂട്ടുകാരെ.